ഡൽഹി സർവകലാശാലയിലെ പ്രവേശന സമയത്ത് മലയാളി വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല. 3 ദിവസമായി നടന്ന അഡ്മിഷനിൽ നിരവധി വിദ്യാർത്ഥികളാണ് സർവകലാശാല നിയമങ്ങളിൽ വലഞ്ഞത്. ഈ മാസം 25-ന് നടക്കുന്ന പ്രവേശനമെങ്കിലും സുഗമമായി നടക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിക്ക് നിവേദനവും നൽകി. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷനായി ഓരോ വർഷവും മലയാളി വിദ്യാർത്ഥികൾ നേരിടുന്നത് പലവിധ പ്രശ്നങ്ങളാണ്. ഇത്തവണയും പ്രശ്നങ്ങൾക്ക് കുറവില്ല. ഫലം കൃത്യസമയത്ത് വരാത്ത സാഹചര്യത്തിൽ ഏർപ്പെടുത്തുന്ന പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചില കോളേജുകൾ ഇത്തവണ ആവശ്യപ്പെട്ടു. എന്നാൽ കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് കൃത്യസമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭ്യമായതിനാൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആവശ്യം വന്നില്ല. യഥാർത്ഥ സർട്ടിഫിക്കറ്റിനൊപ്പം പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കൂടി സമർപ്പിക്കണമെന്ന വിചിത്രവാദം കോളേജുകൾ പറഞ്ഞതാണ് ഇത്തവണ പ്രശ്നമായത്. കേരള എക്സാം ബോർഡിൽ നിന്ന് ലെറ്റർ അയച്ചതിൻ്റെ ഭാഗമായിട്ട് ഡീൻ ഓഫീസിൽ സബ്മിറ്റ് ചെയ്തു. ക്യാൻസൽ ചെയ്യില്ല എന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റിലത്തെ 2 ദിവസം വരെ കുട്ടികൾ വളരെ ആശങ്കയിലായിരുന്നു ഈ സർട്ടിഫിക്കറ്റിൻ്റെ ചോദിച്ചത് കാരണം. യൂണിവേഴ്സിറ്റിയിലെ ചില കോളേജുകൾ നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ മാർക്ക് പരിഗണിക്കാത്തത് മിക്ക വർഷങ്ങളിലെയും പ്രശ്നമാണ്. അതും ഇത്തവണ വിദ്യാർത്ഥികൾക്ക് സമ്മർദ്ദം സൃഷ്ടിച്ചു. സ്ട്രീം മാറ്റുന്നതിന് 5% മാർക്ക് കുറയ്ക്കുന്നതടക്കമുള്ള പലതും ഇത്തവണയും മലയാളി വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി സംഘടനയായ മൈത്രി ഇടപെട്ടാണ് അവസാന നിമിഷങ്ങളിൽ പ്രശ്നങ്ങളിൽ പലതും പരിഹരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന് സംഘടന വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിവേദനം നൽകിയിട്ടുണ്ട്. മീഡിയ 1 ഡൽഹി.